മഹാനായി നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഗോത്രം മുസ്ലിമാകാൻ കടന്നു വന്നു. ഒരു ഗോത്രക്കാരി മുസ്ലിമാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ മുസ്ലിമാകാൻ വന്നതാ. മസ്ജിദ് നബവിയിൽ പള്ളിക്കകത്ത് വിളിച്ചു കയറ്റി അവര് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ആകാൻ വന്നതാ, പക്ഷെ ഞങ്ങൾക്ക് ചില കണ്ടീഷൻ ഉണ്ട്. മുസ്ലിമൊക്കെ ആകാം, ചില കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഞങ്ങളോട് ജിഹാദ് ചെയ്യാൻ പോകാൻ പറയരുത്. അവര് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ, യുദ്ധക്കളത്തിൽ പോയി ജിഹാദിന് പോകാൻ ഞങ്ങളോട് പറയരുത്, ഞങ്ങൾ പോകൂല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, രണ്ടാമത്തെ കാര്യം എന്താ? സക്കാത്ത് കൊടുക്കാൻ പറയാൻ പാടില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പാപങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മൂന്നാമത്തെ കാര്യം എന്താ? നിസ്കരിക്കാൻ പറയാൻ പാടില്ല. ഇല്ലേ, എന്ത് രസമില്ലേ? അവര് പറഞ്ഞ മൂന്നാമത്തെ മറുപടി, നിസ്കരിക്കാൻ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതവര് കുറെ നാളത്തേക്ക്, താൽക്കാലികം അല്ല, ഖിയാമത്ത് നാൾ വരെയല്ല, കുറച്ച് നാളത്തേക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ നിസ്കാരം നോ കോംപ്രമൈസ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിസ്കാരം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പൊ ഈ പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ഈ വഖത്ത് നിങ്ങൾക്ക് നിസ്കരിക്കൽ നിർബന്ധമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ.